സുഹൃത്തുക്കളെ, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നേരെ പടിഞ്ഞാറ് കടപ്പുറത്ത് മീൻ കയറിയെന്നിറങ്ങി. പിന്നെ നേരെ അങ്ങോട്ട് പോയി മീൻ മേടിക്കാൻ എന്നൊക്കെ വെച്ചാൽ അങ്ങോട്ട് ചെന്ന് രാവിലെ തന്നെ മീൻ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത് ഇതൊരു വീഡിയോ ആക്കാം. പിന്നെ ആ മീൻ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് രണ്ടാമത് ബീച്ചിലോട്ട് വന്നിട്ട് എടുത്ത വീഡിയോ കാണണം നിങ്ങൾ. ഇടയ്ക്ക് തരാൻ നല്ലപോലെ വരുന്നുണ്ട്. ഈ ചേട്ടൻ ഈ വള്ളം അങ്ങോട്ട് ഉള്ളിലോട്ട് ഇന്ധനത്തിലേക്ക് കുട്ടിയാൻ പോകുന്നിട്ട് ഈ അരക്കിടക്കുന്ന വള്ളം ഉള്ളിലോട്ട് വലിച്ചിട്ട് പോകും. അത് പോകാതിരിക്കാൻ വേണ്ടി 2-3 ചേട്ടന്മാർ അവിടെ വളം കെട്ടി അരക്കോട്ട് വലിക്കുന്നു. ഉള്ളിലോട്ട് പോകുന്നത് കാണാതെ അവിടെ 2-3 വള്ളത്തിൽ തന്നെ 2-3 ചേട്ടന്മാരിങ്ങനെ വലിക്കുന്നത് കാണാൻ പറ്റും. വീഡിയോയിൽ കാണാൻ പറ്റുന്നു. വള്ളത്തിൽ നിന്ന് മീൻ കൊട്ടയിടാത്താക്കി കൊണ്ടുപോകുന്ന കാഴ്ചയിൽ നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നത്. നേരെ അവിടെ കൊണ്ടുപോയിട്ട് മീൻ ലേലം വെക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. വറ്റപ്പാറ എന്ന് പറയുന്ന മീനിൻ്റെ കുഞ്ഞിനെ ഈ കൊട്ടയിടാത്താക്കിയാണ്. അത് ഓരോരുത്തരും ലേലത്തിൽ പിടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക്. അപ്പുറത്തെ സൈഡിൽ ലേലം വിളി നല്ല ഗംഭീരമായിട്ട് നടക്കും. പക്ഷെ അതിൻ്റെ ഇടക്കോട്ടേ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 65 രൂപ കടപ്പുറത്ത് അയില. എത്ര കിലോ 4.5 കിലോ 3/4 കിലോ കറക്റ്റ് ഉണ്ടായിരുന്നു. ബീച്ചിലോട്ട് വരുന്നവർ ഒന്നെങ്കിൽ തൊപ്പി അല്ലെങ്കിൽ കോടയായിട്ടൊക്കെ വന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത്. നല്ല ചുട്ട വെയിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് കുറേ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ മീൻ തിരിയാൻ നിൽപ്പുണ്ട്. മീൻ തിരിയാനായിട്ട് അവർ ഈ വള്ളക്കാർ അവർക്ക് മീനൊക്കെ കൊടുക്കും. അവരവിടെ അത് ലേലത്തിന് വിൽക്കുകയും ചെയ്യും. കൊച്ചിയിലോട്ട് മീൻ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ജെൻസിനെ കാണണം. അവർ ഈ മീൻ തൂക്കിയിട്ട് ഈ ഒരു കൊട്ട ഏകദേശം 40 കിലോ ഒക്കെ ഉണ്ടാവും. ആ മീൻ നേരെ പെട്ടിടാത്താക്കിയിട്ട് 25 കിലോ ആയിട്ട് മാറ്റി വരും. എന്നിട്ട് ഈ വണ്ടിയിടത്തുനിന്ന് ഐസ് എടുത്ത് അതിനകത്തേക്ക് നിറക്കും. ഇവർ അവിടുന്ന് കൊച്ചിയിൽ നിന്ന് വരാൻ നേരത്ത് തന്നെ ചന്ദ്രൂർ ഭാഗത്ത് എത്തുന്നേരത്തേക്കും വണ്ടിയിടത്ത് ഫുള്ള് ഐസ് കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടുന്നൊരു 60 പെട്ടി മീനൊക്കെ അന്നേരത്തേക്ക് അവർ തിരിച്ച് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. കുറേശ്ശെ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. 60 പെട്ടി വണ്ടിയിടത്ത് കയറും.
ഹാർബർ വിട്ട് ചെയ്യാൻ നേരത്തേക്ക് അവരിവിടുന്ന് തിരിച്ച് നേരെ കൊച്ചിക്ക് പോയിട്ട് ഹോൾസെയിലറൊക്കെ കൊണ്ട് കൊടുക്കുക. അവിടെ കുറേയൊക്കെ അങ്ങനെ കറങ്ങി കിടന്നിട്ട് അവസാനം ഹാർബറിൽ കയറാമെന്ന് പറഞ്ഞ് നേരെ ഹാർബറിൻ്റെ അങ്ങോട്ട് നടന്നു. വൈകുന്നേരം ഉച്ച ചെയ്യാൻ നേരത്തേക്ക് ഇവിടെയൊക്കെ ഭയങ്കര ആളായിരിക്കും കേട്ടോ. ചൂണ്ടിടാനൊക്കെ ഇഷ്ടംമാതിരി പേര് ഇവിടെ ഉണ്ടാവും. വൈകുന്നേരം മറ്റ കൂന്തലി അങ്ങനെയുള്ള കുറേ മീനൊക്കെ ഇവിടെ പിടിക്കാറുണ്ട് ചേട്ടന്മാർ. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഉള്ളിലോട്ടൊക്കെ ചെന്ന് അവിടെ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ വെയിലും നല്ലപോലെ കൂടി. പിന്നെ അവിടെ നിന്നിട്ട് കണ്ണുപോലും കാണാൻ മേലാത്ത അവസ്ഥ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.